CPIഎമ്മിൻ്റെ വെളിപ്പെടുത്താത്തതായി ED പറയുന്ന അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പിൻ്റെ നിരീക്ഷണത്തിലാണിപ്പോൾ. അസ്വാഭാവിക ഇടപാട് കണ്ടെത്തിയാൽ ഉടൻ നടപടിക്ക് നീക്കം ഉണ്ടാകും. CPIഎം അക്കൗണ്ടുകൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ED കത്തിലൂടെ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനീത വിജി തത്സമയം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആദായ നികുതി വകുപ്പിന്റെ ഒരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു നിരീക്ഷണമാണ് നിലവിൽ ഈ അക്കൗണ്ടുകളിലേക്കുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ CPIഎമ്മിന്റെ അക്കൗണ്ടുകളെ സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ ധനകാര്യ മന്ത്രാലയത്തിനും ഒക്കെ ആ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. ആ കത്തിലെ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ തൃശ്ശൂരിലെ CPIഎം അക്കൗണ്ടുകളിൽ 99% പാർട്ടി വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകളാണെന്നാണ് ആ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ പാർട്ടിക്കുള്ളത് 81 അക്കൗണ്ടുകളാണെന്നും ED ആ കത്തിൽ പറയുന്നുണ്ട്. CPIഎമ്മിന് തൃശ്ശൂരിലുള്ള സ്വത്തുവകകളുടെ വിശദാംശങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കുന്നത്. 90-ലധികം ഇടങ്ങളിൽ സ്വത്തുവകകൾ ഉള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ED കത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഫൈൻഡിങ്സുകളാണ് ആ കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഈ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പിന്റെ കൂടി നിരീക്ഷണത്തിലാണെന്ന ഏറ്റവും പുതിയ വിവരം കൂടിയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതായത് CPIഎമ്മിന്റെ വെളിപ്പെടുത്താത്തതായി ED കണ്ടെത്തിയ അക്കൗണ്ടുകൾ അത് ഈ ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. അസ്വാഭാവികമായി ഈ അക്കൗണ്ടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപാട് നടത്തിയെന്ന് കണ്ടെത്തിയാൽ ഉടൻ നടപടിക്ക് നീക്കം ഉണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അത്തരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നീക്കങ്ങളെല്ലാം ആദായ നികുതി വകുപ്പും ആരംഭിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഈ തൃശ്ശൂരിലെ തന്നെ പാർട്ടിയുടെ ഒരു അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ മറ്റ് ഈ ED സൂചിപ്പിക്കുന്നത് പോലുള്ള 81 അക്കൗണ്ടുകൾ ഉണ്ട് എങ്കിൽ ആ 81 അക്കൗണ്ടുകളിലേക്കും ഒരു നിരീക്ഷണമാണ് ഈ ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അക്കൗണ്ടുകളിൽ ഏതൊക്കെ തരത്തിലാണ് ഇടപാടുകൾ നടക്കുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികത ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ ഉടൻ നടപടിക്ക് നീക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു വിനീത വിജി.